ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബേസിക് ടേംസും കൂടിയാണ് ഇൻകം ടാക്സിലെ. ഒരുപാട് ബേസിക് ടേംസ് നമ്മൾ കണ്ടു. ഇൻകം എന്താണെന്ന് കണ്ടു, പേഴ്സൺ എന്താണെന്ന് കണ്ടു, റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്നാണെന്ന് കണ്ടു. ഇനിയും കുറച്ചധികം ടേംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് ഓരോന്നും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അസസി. അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ആൻ അസസി മീൻസ് എ പേഴ്സൺ who is liable to pay any tax or who is liable to pay any other sum of money under this act or in respect of whom any proceedings under this act has been taken for the assessment of his income or assessment of fringe benefits. ഇങ്ങനെ ഇൻകം ടാക്സ് ആക്റ്റിൽ അസസിയുടെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് അസസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആരൊക്കെ വരുമെന്ന് നോക്കാം. As per Income Tax Act, assessee consists of these 5 categories. First one, those who are liable to pay any tax under the Act. Income Tax Act പ്രകാരം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായവർ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് പറയുന്ന ആ ഒരു പരിധിയിലും മുകളിൽ ഇൻകം ഉള്ളവർ, അവരെല്ലാവരും അസസിയുടെ കാറ്റഗറി വരും. രണ്ടാമതായിട്ട് ലൈബിൾ ടു പേ അതർ സംസ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തില്ല. അപ്പോൾ ഈ വർഷം നമ്മൾ ടാക്സബിൾ അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് അതിൻ്റെ പെനാലിറ്റി ഒക്കെ വരും. സോ അങ്ങനെ എന്തെങ്കിലും ലൈബിലിറ്റി ഉള്ളവരും അസസിയാണ്. മൂന്നാമതായി, ഇൻവോൾവ് ഇൻ അസസ്മെൻറ്റ് പ്രൊസീഡിങ്സ് ഫോർ ഇൻകം ഓർ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. നമ്മളിപ്പോൾ സാലറി ഒക്കെ ഏൺ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കുറേ ഡിഡക്ഷനൊക്കെ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ഒരാവശ്യം വരില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. നമ്മൾ ഏൺ ചെയ്യുന്ന സാലറി പോലുള്ള ഇൻകമോ അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കാശ് തന്നെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു കാറ് ഉപയോഗിക്കാനായിട്ട് തരുന്ന അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകളോ, അപ്പോൾ അതിനെയൊക്കെ ബേസിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട വരുമെങ്കിലും നമ്മൾ അസസിയാണ്. നാലാമതായി, ഇൻവോൾവ് ഇൻ അസസ്മെൻറ്റ് ഓഫ് അനദർ പേഴ്സൺസ് ഇൻകം ഓർ ലോസ് ഓർ റീഫണ്ട്. ഇപ്പം നമ്മളെന്ന വ്യക്തി ടാക്സ് കൊടുക്കണ്ടെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേം നടത്തുവാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടറാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പേഴ്സണലി ടാക്സബിൾ അല്ലെങ്കിലും അവിടുത്തെ ആ ഫേമിലെ ഒരു പാർട്ട്ണർ എന്ന നിലയിൽ അല്ലെങ്കിൽ കമ്പനിയിലെ ഒരു മെമ്പർ എന്ന നിലയിൽ നമ്മൾ കമ്പനിക്ക് വേണ്ടി അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അസസി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടും. അതുപോലെ ഡീംഡ് ടു ബി ആൻ അസസി ഓർ അസസി ഇൻ ഡിഫാൾട്ട്. ഈ രണ്ട് ടേംസും നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡീംഡ് അസസി. ഡീംഡ് അസസി ഈസ് എ പേഴ്സൺ ഹു ഈസ് ലീഗലി ട്രീറ്റഡ് ആസ് റെസ്പോൺസിബിൾ ഫോർ അനദേഴ്സ് ടാക്സ് ഓർ നോൺ കംപ്ലയൻസ്. മറ്റൊരാളുടെ ടാക്സിന്മേൽ ലീഗലി ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ടാക്സബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകമൊക്കെ ആരിലോട്ടാണോ വന്നു ചേരുന്നത്, ആ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ മൈനറിൻ്റെ ഇൻകത്തിൽ ആരാണോ ഗാർഡിയൻസ്, അല്ലെങ്കിൽ ലുനാറ്റിക് അല്ലെങ്കിൽ ഫോറിനറിൻ്റെ ഇൻകത്തിൽ ഗാർഡിയൻസ് ആരാണോ അവർ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ടാക്സബിൾ അല്ലെങ്കിലും നമ്മുടെ ഡിപ്പെൻഡൻസിയിൽ ഒരാൾ നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻകത്തിന് നമ്മൾ വേണം ടാക്സ് കൊടുക്കാൻ. ഓക്കെ. ഇഫ് ആ പേഴ്സണ് സ്വന്തമായിട്ട് ടാക്സ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ മൈനർ ആണെങ്കിൽ നമ്മൾ പറയുന്നത് പ്രായപൂർത്തിയായിട്ടില്ല, സോ ടാക്സബിൾ അല്ലെന്നാണ്. അപ്പോൾ മൈനറിൻ്റെ ഇൻകത്തിന് പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻ വേണം ടാക്സ് കൊടുക്കാൻ. അതുപോലെയാണ് അസസി ഇൻ ഡിഫാൾട്ട്. അസസി ഇൻ ഡിഫാൾട്ട് ഈസ് എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ടാക്സ് ഡ്യൂട്ടീസ് ബട്ട് ഫെയിൽസ് ടു ഡൂ സോ. ടാക്സിൻ്റെ റിലേറ്റ് ചെയ്ത് കുറച്ച് ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാൻ ബാധ്യസ്ഥരായ ഒരാൾ ആ ഒരു ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അസസി ഇൻ ഡിഫോൾട്ട് കാറ്റഗറിയിൽ പെടുത്തും. അതായത് എല്ലാ എംപ്ലോയേഴ്സും എംപ്ലോയീസിൻ്റെ ഇൻകത്തിൽ നിന്ന് TDS പിടിക്കണം. അതായത് ഇൻകം ടാക്സ്, ഒരു അസ്യൂംഡ് എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പിടിച്ചിട്ട് വേണം സാലറി കൊടുക്കാൻ. ഇപ്പം എംപ്ലോയർ അങ്ങനെ പിടിക്കാതെ സാലറി മൊത്തത്തോടെ എംപ്ലോയിക്ക് കൊടുത്താൽ അത് എംപ്ലോയിഡ് ചോദിക്കുന്നതിനേക്കാളും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ എംപ്ലോയർ റെസ്പോൺസിബിൾ ആവും ആ ഒരു ടാക്സബിൾ ഇൻകത്തിന്. അങ്ങനെ മറ്റൊരാളുടെ ഇൻകത്തിന്മേൽ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ മേൽ സ്വന്തം ഉത്തരവാദിത്തമില്ലായ്മ മൂലം
റെസ്പോൺസിബിൾ ആകേണ്ട വരുന്ന വ്യക്തികളെയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ അസസിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അസസിയുടെ ഇൻകത്തിന്മേലുള്ള പ്രൊസീഡിങ്സ് എങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ഇനിഷ്യേഷൻ ഓഫ് പ്രൊസീഡിങ്സ് മസ്റ്റ് ബി ഇനിഷ്യേറ്റഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ആക്ടിൽ പറയുന്ന പ്രകാരമാണ് ഇനിഷ്യേഷൻ നടക്കുന്നത്. ഇഫ് ആൻ ഇൻക്വയറി ഈസ് സെൻറ്റ് വിത്തൗട്ട് റെഫറൻസ് ടു എ സ്പെസിഫിക് സെക്ഷൻ ദ പേഴ്സൺ കനോട്ട് ബി ട്രീറ്റഡ് ആസ് ആൻ അസസി. അപ്പം ഇൻകം ടാക്സിൻ്റെ പ്രൊസീഡിങ്സ് ഇൻകം ടാക്സിലെ ഏതെങ്കിലും ഒരു സെക്ഷൻ മെൻഷൻ ചെയ്യാതെയാണ് അസസിക്ക് അയക്കുന്നതെങ്കിൽ ആ ഒരു പ്രൊസീഡിങ്സ് വാലിഡ് അല്ല. ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് വേണം എല്ലാ പ്രൊസീഡിങ്സും നടത്താൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരു ടേമാണ് മാക്സിമം മാർജിനൽ റേറ്റ്. മാക്സിമം മാർജിനൽ റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ആപ്ലിക്കബിൾ ടു ദ ഹയസ്റ്റ് ഇൻകം സ്ലാബ് ഫോർ ഇൻഡിവിജ്വൽസ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് എവരി ഇയർ ത്രൂ ദ ഫിനാൻസ് ആക്ട്. ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ അല്ല, ഒരു വ്യക്തിയോ കമ്പനിയോ ഫേമോ, അതായത് ഒരു പേഴ്സൺ, ഇൻകം ടാക്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു പേഴ്സൺ മാക്സിമം കൊടുക്കേണ്ട ടാക്സ് റേറ്റാണ് മാക്സിമം മാർജിനൽ റേറ്റ്. ഓരോ വർഷവും ഫിനാൻസ് ആക്റ്റിൽ അത് റിവൈസ് ചെയ്യപ്പെടും. ഇപ്പോഴത്തെ മാക്സിമം മാർജിനൽ റേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് ഇൻകം ടാക്സ് റേറ്റ് 30% ആണ്. നമ്മൾ സ്ലാബ് റേറ്റ് പഠിച്ചപ്പോൾ കണ്ടു, ഇങ്ങനെ സ്ലാബ് അപ് ടു 2 ഇപ്പോൾ ഓൾഡ് റെജീമാണ് 2.5 ലാഖിനില്ലാണ്. അങ്ങനെ വന്ന് എബോവ് 10 ലാഖ് വരുമ്പോൾ 30% ആണ് ഓൾഡ് റെജീമിൽ. ന്യൂ റെജീമിൽ എബോവ് 15 ലാഖ് വരുമ്പോൾ 30% ആണ്. അതാണ് ഹയസ്റ്റ് ടാക്സ് റേറ്റ് 30%. ഇനി 30%ൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ ലെവലിൽ കൂടുതൽ ഇൻകം സർചാർജ് വരും. ഓക്കെ, ആ സർചാർജ് എമൗണ്ട് 10%, 15%, 25% or 37% മാറിക്കൊണ്ടിരിക്കും. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇൻഡിവിജ്വൽസിൻ്റെ മാക്സിമം സർചാർജ് 37% ആണ്. സോ ആ ഒരു സർചാർജും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ ഒരു റേറ്റിൻ്റെ മേലൊരു 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്, നമ്മുടെ രാജ്യത്തെ ഹെൽത്തിനും എഡ്യൂക്കേഷനും വേണ്ടി ചാർജ് ചെയ്യുന്നൊരു സെസ്സാണ്. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് മാക്സിമം മാർജിനൽ റേറ്റ് നമുക്ക് കിട്ടുന്നത്. ഈ ടേബിൾ നോക്കുമ്പോൾ അറിയാം, ഹയസ്റ്റ് ടാക്സ് റേറ്റ് ഓൾഡ് റെജീമിലും ന്യൂ റെജീമിലും 30 ആണ്. ഈ 30%ൻ്റെ കൂടെ ഓൾഡ് റെജീമിലെ മാക്സിമം സർചാർജ് 37% ആണ്. 5 crore മുകളിലുള്ളവരാണ് 37% സർചാർജ് അടയ്ക്കേണ്ടത്. ന്യൂ റെജീമിൽ 2 crore മുകളിലുള്ളവരാണ് സർചാർജ് അടയ്ക്കേണ്ട 25% ആണ് മാക്സിമം സർചാർജ്. ഓക്കെ, അപ്പം 30% പ്ലസ് 30യുടെ 37%ഉം കൂടെ, അതിൻ്റെയും കൂടെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് മാക്സിമം മാർജിനൽ റേറ്റ് കിട്ടുന്നത്. ഓൾഡ് റെജീം പ്രകാരം മാക്സിമം മാർജിനൽ റേറ്റ് അപ്രോക്സിമേറ്റ്ലി 42.74 ആണ്. ന്യൂ റെജീം പ്രകാരം 33.3 ആണ് മാക്സിമം മാർജിനൽ റേറ്റ്. ഇനി നമുക്ക് സർചാർജ് എന്താണെന്ന് നോക്കാം. എ സർചാർജ് ഈസ് ആൻ എക്സ്ട്രാ ചാർജ് ഓൺ ദി ഇൻകം ടാക്സ് എമൗണ്ട് പേയബിൾ ബൈ ടാക്സ് പേയേഴ്സ് വിത്ത് ഹയർ ടോട്ടൽ ഇൻകം. നമ്മൾ 15 ലക്ഷത്തിലും 10 ലക്ഷത്തിലും ഒക്കെ നിർത്തുവാണ് ആ ഒരു സ്ലാബ് ക്ലാസിഫിക്കേഷൻ. പിന്നീട് അങ്ങോട്ട് ഉള്ളവർക്കാണെങ്കിലും ഒരുപാട് ഇൻകം ഉള്ളവരുണ്ടല്ലോ. അപ്പം ആ ഒരു ഇൻകം ടാക്സിൻ്റെ ആ ഒരു ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വീണ്ടും ഹയർ ഇൻകം ഉള്ളവർക്ക് ആ ഒരു ടാക്സ് എമൗണ്ടിൻ്റെ ഒരു ശതമാനം സർചാർജ് ആയിട്ടും കൂടി ഈടാക്കും. ആ സർചാർജിൻ്റെ എമൗണ്ട് ആ ഒരു പ്രോഗ്രസീവ് ബേസിസിലാണ് വരുന്നത്. ഇപ്പോൾ 10,000 രൂപയെ ടാക്സ് കൊടുക്കണ്ടെങ്കിൽ 10,000ൻ്റെ എന്നാണ് 10 37%. ഓൾഡ് റെജീമാണ് 37% ആണ് ടാക്സ്. അപ്പം 1 കോടിയാണ് ടാക്സ് കൊടുക്കണ്ടെങ്കിലോ, ഒരുപാട് ഇൻകം ഉള്ളവർക്ക് 1 കോടി രൂപ ഒരു വർഷത്തെ ടാക്സിബിൾ എമൗണ്ട് ആണെങ്കിൽ ആ 1 കോടിയുടെ 37%. അങ്ങനെ ടാക്സബിൾ ഇൻകത്തിന്മേൽ വീണ്ടും ഒരു ചാർജ് ഏർപ്പെടുത്തുന്നത് വഴി ഗവൺമെൻറ്റിന് വെൽത്തി പീപ്പിളിൻ്റെ അടുത്തുനിന്ന് കൂടുതൽ എക്സ്ട്രാ ഫണ്ട് കിട്ടുന്നു. കൂടുതൽ ഫണ്ടുള്ളവരുടെ അടുത്ത് നിന്ന് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സർചാർജ് ഈടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റവും എഡ്യൂക്കേഷൻ സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടാക്സിൻ്റെ മേലൊരു 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ചുമത്തിയിരിക്കുന്നത്.
The health and education cess is an additional tax that is levied by the Indian government to fund the education and healthcare needs of rural and below poverty line families in India. The tax is paid over and above the basic tax liability. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.